ചാപ്റ്ററാണ് ലീനിയർ ഇനീക്വാളിറ്റീസ്. വളരെ എളുപ്പമാണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, വളരെ ചെറുതുമാണ്. സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ളൊരു ചാപ്റ്ററാണ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ് ലീനിയർ ഇനീക്വാളിറ്റീസ്. ആറാമത്തെ ചാപ്റ്ററാണ് ലീനിയർ ഇനീക്വാളിറ്റീസ്. ഒരു 2 ക്ലാസ് കൊണ്ട് ചെയ്യുന്ന ചെറിയൊരു ചാപ്റ്ററാണ്. അതുപോലെ 2 ഫുൾ ക്വസ്റ്റ്യൻ കിട്ടുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ് പഠിക്കുന്നത്. ലീനിയർ ഇനീക്വാളിറ്റീസ് ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചാണല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇക്വേഷൻസ് ഈക്വൽ സൈൻ വെച്ച് കണക്ട് ചെയ്യുന്നതാണ് ഇക്വേഷൻ. നമുക്കിവിടെ പഠിക്കാനുള്ളത് ഇനീക്വാളിറ്റീസ്. ഇനീക്വാളിറ്റീസ് എന്ന് വെച്ചാൽ ലീനിയർ പറയുന്നതിന് മുമ്പ് ആദ്യം വെറും ഇനീക്വാളിറ്റി പറയാം. ഇനീക്വാളിറ്റീസ് എന്ന് വെച്ചാൽ രണ്ടോ രണ്ടിലധികമോ റിയൽ നമ്പേഴ്സും ആകാം, ഓൾജിബ്രൈക് എക്സ്പ്രഷൻസും ആകാം. 2 റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ 2 ഓൾജിബ്രൈക് എക്സ്പ്രഷൻസ്. ബീജഗണിത വാചകങ്ങൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതല്ലേ, 7ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന ബീജഗണിത വാചകങ്ങൾ, അതാണ് ഓൾജിബ്രൈക് ഇക്വേഷൻസ്. 2 ഓൾജിബ്രൈക് എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ 2 റിയൽ നമ്പേഴ്സ്. അതിനെ ഈ സിമ്പിൾ ഒന്നെങ്കിൽ ലെസ് ദാൻ സിമ്പിൾ, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ സിമ്പിൾ, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ, ഈ 4 സിമ്പിളിൽ ഏതെങ്കിലും വെച്ച് കണക്ട് ചെയ്ത് എഴുതുന്നതിനാണ് നമ്മൾ ഇനീക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഇനീക്വാളിറ്റീസ് എക്സാമ്പിൾ കാണിക്കാം. 3 ലെസ് ദാൻ 5 ഇനീക്വാളിറ്റിയാണ്. 2 റിയൽ നമ്പേഴ്സിനെ ഈ സിമ്പിൾ വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് എഴുതിയേക്കുക. പിന്നെ 5x + 4 ലെസ് ദാൻ 10, 3x² + 2x - 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. ഇതെല്ലാം ഇനീക്വാളിറ്റീസാണ്. ഇതുണ്ടോ, ഇവിടെയാണ് ഓൾജിബ്രൈക് എക്സ്പ്രഷൻസ് ആണ് വന്നേക്കുന്നത്. ഇവിടെ റിയൽ നമ്പേഴ്സോ ഓൾജിബ്രൈക് എക്സ്പ്രഷൻസോ അത് 2 സെറ്റ് വേണം. അത് നമ്മൾ ഈ സിമ്പിൾസ് ഏതെങ്കിലും ഉപയോഗിച്ച് കണക്ട് ചെയ്ത് എഴുതുന്നതിനാണ് നമ്മൾ ഇനീക്വാളിറ്റീസ് എന്ന് പറയുന്നത്. അതിൽ ഇവിടെ നോക്കി, ഇതിൽ ഫുള്ള് നമ്പേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനെ വേണം നമുക്ക് ന്യൂമറിക്കൽ ഇനീക്വാളിറ്റി എന്ന് പറയാം. ഇത് ലിറ്ററൽ ഇനീക്വാളിറ്റി. ലിറ്ററൽ ഇത് ന്യൂമറിക്കൽ, അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ ന്യൂമറിക്കൽ ഇനീക്വാളിറ്റീസും ഉണ്ട്, ലിറ്ററൽ ഇനീക്വാളിറ്റീസും ഉണ്ട്. അങ്ങനെ 2 ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇതാണ് ഇനീക്വാളിറ്റീസ്. ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് ലീനിയർ ഇനീക്വാളിറ്റീസ്. ലീനിയർ ഇനീക്വാളിറ്റീസ് എന്ന് വെച്ചാൽ ഇവിടെ നോക്കുക, ഇവിടെ പല ടേംസ് ഉണ്ട്. ഈ ഇനീക്വാളിറ്റിക്കകത്ത് പല ടേംസ് ഉണ്ട്. ഒരെണ്ണം 3x², 2x, -1, 5, അങ്ങനെ കുറേ ടേംസ് ഉണ്ട്. ഈ 3x² ഡിഗ്രി നിങ്ങൾക്കറിയാം. 3x² ഡിഗ്രി എന്ന് വെച്ചാൽ ഇവിടെ വേരിയബിൾ ഉണ്ട്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള 5x + 4 x ആ വേരിയബിൾ. നമുക്കറിയാൻ മേലാത്തത് x ആണ് വേരിയബിൾ. ഇവിടെ x²ഉം x ഒക്കെ ഉണ്ടെങ്കിലും വേരിയബിൾ x ആണ്. ചിലതിൻ്റെ അകത്ത് ഇതുണ്ടോ, 5x + 3y ഗ്രേറ്റർ ദാൻ 8. ഇവിടെ 2 വേരിയബിൾസ് ഉണ്ട്, x ഉണ്ട് y ഉണ്ട്. അപ്പോൾ അതാണ് വേരിയബിൾസ്. ഇനീക്വാളിറ്റി ഇക്വേഷനോ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അങ്ങനെ വേരിയബിൾസ് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള അൺനോൺ ക്വാണ്ടിറ്റീസ്, നമുക്ക് അറിയാൻ മേലാത്ത x y അറിയാൻ മേലാത്ത, അതാണ് വേരിയബിൾസ്. ഇവിടെ x² ഒക്കെ ആണെങ്കിലും x ആണ് വേരിയബിൾ, x മാത്രം. അപ്പം ഈ ഓരോ ടേമിലുള്ള വേരിയബിൾസിന്റെ ഡിഗ്രി, ഇതിന്റെ ഡിഗ്രി എന്ന് പറയുന്ന വേരിയബിൾസിന്റെ പവറാണ്. x² ആണ്, ഡിഗ്രി 2 ആണ്. ഇതിന്റെ ഡിഗ്രി 2 ആണ്. ഇവിടെ 2x ആണ്, x എന്ന് വെച്ചാൽ x⁻1 ആണ്. അവിടെ ഡിഗ്രി 1 ആണ്. ഇതിൻ്റെ അകത്ത് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിനെ നമുക്ക് വേണമെങ്കിൽ 1 × x⁻0 എന്ന് എഴുതാം. x⁻0 1 × 1, x⁻0 1 ആണ്. ഏനി നമ്പർ ⁻0 എന്ന് വെച്ചാൽ 1 ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ x⁻1 ഉണ്ട്. ഈ 1ന്റെ ഡിഗ്രി 1 × x⁻0 എന്ന് പറയുമ്പോൾ ഡിഗ്രി 0 ആണ്. കോൺസ്റ്റന്റ് റിയൽ നമ്പർ വന്നാൽ ഡിഗ്രി 0 ആണ്. ഡിഗ്രി 0. അപ്പൊ നോക്കാം, ഇവിടെ ഓരോ ടേമിന്റെ ഡിഗ്രി നിങ്ങൾ നോക്കിയാൽ 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. അപ്പം ഒരു ഈക്വാളിറ്റി ലീനിയർ ആവണമെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന ഡിഗ്രി ഒന്നെങ്കിൽ 1 അല്ലെ 0 മാത്രമേ വരാവുള്ളൂ. x4 x³ എന്നൊക്കെ പറഞ്ഞ് വരരുത്. x വരെ മാക്സിമം, കോൺസ്റ്റന്റ് വരാൻ കുഴപ്പമില്ല. കോൺസ്റ്റന്റിന്റെ ഡിഗ്രി 0 ആണല്ലോ. 0ഉം 1ഉം മാത്രം വരാവുള്ളൂ ഡിഗ്രി. 0 വരാൻ കുഴപ്പമില്ല, 1 വരാം. ഇത് വരുന്ന ഈ ഡിഗ്രീസ് വരുവാണെങ്കിൽ അത് ലീനിയറാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, 5x × x⁻1 അല്ലേ, അതിന്റെ ഡിഗ്രി 1 ആണ്. 2 വേരിയബിൾ, എത്ര വേരിയബിൾ വേണേലും വരാം, കുഴപ്പമില്ല. ഇവിടെ y ആ വേരിയബിൾ, yയുടെ ഡിഗ്രി 1 ആണ്. ഇവിടെ കോൺസ്റ്റന്റിന്റെ ഡിഗ്രി 0, 1ഉം 0ഉം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ലീനിയറാണ്. ഇതും ലീനിയറാണ്. 5x ഡിഗ്രി 1 ആണ്, 4 0 ആണ്, 10 0. ഇതും ലീനിയറാണ്, ഇതും ലീനിയറാണ്. പക്ഷെ ഇത് ലീനിയർ അല്ല, ഇതും ലീനിയറാണ്. കോൺസ്റ്റന്റ് വരുമ്പോൾ ഡിഗ്രി 0 അല്ലേ. ഇത്രയേ ഉള്ളൂ, ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഡിഗ്രി ഒന്നെങ്കിൽ
1 അല്ലെ 0 വരാവുള്ളൂ. അതായത് കോൺസ്റ്റന്റ് ടേം വരാം, പിന്നെ എക്സ് വൈ ഇസഡ് അങ്ങനെ വരാം. എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് അങ്ങനൊന്നും വരരുത്. മാക്സിമം എക്സ് റേസ് ടു 1 വരെ അല്ലെ വൈ റേസ് ടു 1 എക്സും വൈ ഇസഡും ഒക്കെ വരാൻ കുഴപ്പമില്ല. അപ്പൊ അതാണ് ലീനിയർ ഇനീക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഈച്ച് ടേം ഈസ് ഐദർ 1 or 0. 1 or 0 മാത്രമേ ഡിഗ്രി വരാവുള്ളൂ. അങ്ങനെയുള്ള ഇനീക്വാളിറ്റീസ് ആണ് ലീനിയർ ഇനീക്വാളിറ്റീസ്. ലീനിയർ ഇനീക്വാളിറ്റീസിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. 1 വേരിയബിൾ കേസും 2 വേരിയബിൾ കേസും. 1 വേരിയബിൾ കേസ് എന്ന് പറയുമ്പോൾ അവിടെ എക്സ് മാത്രമേ വരുന്നുള്ളൂ. 2 വേരിയബിൾ കേസ് എന്ന് പറയുമ്പോൾ 2 വേരിയബിളായ എക്സും വൈയും വരുന്നു. അങ്ങനെ 2 കേസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനീക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഈ സൈൻ വെച്ച് കണക്ട് ചെയ്യുന്നതാണ് ഇനീക്വാളിറ്റീസ്. അത് ലീനിയർ ആവണമെങ്കിൽ ഡിഗ്രി ഒന്നെങ്കിൽ 1 അല്ലെ 0 വരാവുള്ളൂ. വേരിയബിൾസ് എത്ര വേണേലും വരാൻ കുഴപ്പമില്ല. നമുക്കിവിടെ 2 കേസേ പഠിക്കാനുള്ളൂ, 1 വേരിയബിൾ കേസും 2 വേരിയബിൾ കേസും. നമുക്കവിടെ സൊല്യൂഷനാണ് പഠിക്കാനുള്ളത്. സൊല്യൂഷൻ എന്ന് വെച്ചാൽ സൊല്യൂഷൻ ഓഫ് ആൻ ഇനീക്വാളിറ്റി എന്ന് വെച്ചാൽ സൊല്യൂഷൻ ഓഫ് ആൻ ഇനീക്വാളിറ്റി ഇക്വേഷന്റെ കേസിൽ നിങ്ങൾക്കറിയാം. എക്സ് പ്ലസ് 5 = 7 ഇട്ട് സൊല്യൂഷൻ പറഞ്ഞാൽ അറിയാം. എക്സിന് നമ്മൾ 2 കൊടുത്താൽ 2 + 5 7 ആണ്. ആ ഇക്വേഷൻ ട്രൂ ആകുന്ന രീതിയിലുള്ള എക്സിന്റെ വാല്യൂവിനെയാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ ഇൻ വിച്ച് ദ ഇക്വേഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. അതാണ് സൊല്യൂഷൻ ഓഫ് ആൻ ഇക്വേഷൻ. ഇനീക്വാളിറ്റിക്കും അത് തന്നെ. ദ വാല്യൂ ഓർ വാല്യൂസ്, വാല്യൂ തന്നെ പറഞ്ഞിട്ടില്ല, ഒരുപാട് വാല്യൂസ് വരാം. മഴയുള്ളത് ക്ലിയർ ആവുന്നുണ്ടോ? വാല്യൂ ഓർ വാല്യൂസ്, ഇഷ്ടംപോലെ വാല്യൂസ് വേണമെങ്കിലും വരാം. വാല്യൂ ഓർ വാല്യൂസ് ഓഫ് ദി ഇനീക്വാളിറ്റി ഇൻ വിച്ച് ദ ഇനീക്വാളിറ്റി ഈസ് സാറ്റിസ്ഫൈഡ്. നിങ്ങളിവിടെ നോക്കി എക്സ് പ്ലസ് 5 ലെസ് 7 കൊടുത്താൽ ഇതെടുത്താൽ എക്സിന് 0 കൊടുത്താൽ ഓക്കെയാണ്. 0 + 5 ലെസ് 7 ശരിയാണ്. എക്സിന് 1 കൊടുക്കാം. 1 + 5 6 ആണ്. 1 + 5 6 ലെസ് 7 ആണ്. അതും ഓക്കെയാണ്. 2 കൊടുത്താൽ ശരിയാവുമോ? 2 + 5 7 ലെസ് 7. ഇത് ശരിയല്ല, തെറ്റാണ്. 7 ലെസ് 7 അല്ല. അപ്പം 2 പറ്റത്തില്ല. ഇവിടെ നെഗറ്റീവ് ഒക്കെ കൊടുക്കാം കേട്ടോ. എക്സിന് -1 കൊടുത്താൽ -1 + 5 4 വരും. അതും ശരിയാണ്. -1 എക്സിന് -2 കൊടുക്കാം, എക്സിന് -3 കൊടുക്കാം. ഇതെല്ലാം എക്സെട്ര ഇതെല്ലാം ഇതിന്റെ സൊല്യൂഷൻസാണ്. ഇതെല്ലാം സൊല്യൂഷനാണ്. സൊല്യൂഷൻ ഓഫ് ആൻ ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ദ വാല്യൂ ഓർ വാല്യൂസ് ഓഫ് ദ വേരിയബിൾ ഇൻ വിച്ച് ദ ഇനീക്വാളിറ്റി ഈസ് സാറ്റിസ്ഫൈഡ്. ഇനീക്വാളിറ്റി ശരിയാവുന്ന രീതിയിൽ ഇഷ്ടംപോലെ വാല്യൂസ് കൊടുക്കാം. ആ വാല്യൂസിനെല്ലാം നമ്മൾ സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയാലും സൊല്യൂഷൻ ഓഫ് ആൻ ഇനീക്വാളിറ്റി. ഇനി നമുക്കിവിടെ ഇത് സോൾവ് ചെയ്യണം. സൊല്യൂഷൻ ഓഫ് എ ലീനിയർ ഇനീക്വാളിറ്റി 1 വേരിയബിൾ കേസുണ്ട്, 2 വേരിയബിൾ കേസുണ്ട്. 2 വേരിയബിൾ കേസ് നമ്മൾ ഗ്രാഫ് വരച്ചാണ് ചെയ്യുന്നത്. 1 വേരിയബിൾ കേസ് ചെയ്യാൻ വേണ്ടി സിംപ്ലിഫിക്കേഷൻ ആവശ്യമുണ്ട്. അതിനായിട്ട് 2-3 റൂളുണ്ട്. ആ റൂള് പഠിച്ചിരിക്കണം. റൂൾസ് ഫോർ സോൾവിങ് എ ലീനിയർ ഇനീക്വാളിറ്റി ഇൻ 1 വേരിയബിൾ കേസ്. ഒരു വേരിയബിൾ മാത്രമുള്ള ഇനീക്വാളിറ്റി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 റൂളുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ റൂൾ ഇതാണ്: a number is added or subtracted to both sides of an inequality. രണ്ട് സൈഡിലും ഒരേ നമ്പർ, സെയിം നമ്പർ may be added or subtracted. ഒരേ നമ്പർ ഇനീക്വാളിറ്റിയുടെ 2 സൈഡിലും നമുക്ക് ആഡ് ചെയ്യാം, പ്രശ്നമില്ല. സബ്ട്രാക്ട് ചെയ്യാം വിത്തൗട്ട് അഫക്റ്റിംഗ് ദ സൈൻ ഓഫ് ഇനീക്വാളിറ്റി. ഇനീക്വാളിറ്റിയെ അഫക്റ്റ് ചെയ്യുകയല്ല, ഇനീക്വാളിറ്റി കറക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും. ഒരേ നമ്പർ 2 സൈഡിലും ആഡ് ചെയ്യാം, 2 സൈഡിലും സബ്ട്രാക്ട് ചെയ്യാം. അതാണ് ഫസ്റ്റ് റൂൾ. അതായത് എക്സാമ്പിൾ കാണിക്കാം. 6 > 12 ആണല്ലോ. അടഞ്ഞിരിക്കുന്നിടം ചെറുത്, തുറന്നിരിക്കുന്നിടം വലുത്. അതാണോ നോക്കിയാൽ മതി. തുറന്നിരിക്കുന്നിടം 12 വലുതാണ്. അപ്പൊ ഇത് ഇവിടെ നമ്മൾ 2 സൈഡിലും ഒരേ നമ്പർ ആഡ് ചെയ്യുന്നു. നമ്മൾ 3 ആഡ് ചെയ്യാം. 2 സൈഡിലും ആഡ് ചെയ്യുന്നു. 6 + 3 12 + 3. 6 + 3 എന്ന് പറഞ്ഞാൽ 9, 12 + 3 എന്ന് പറഞ്ഞാൽ 15. ഇനീക്വാളിറ്റി കറക്റ്റ് ആണ്, മാറുന്നില്ല. ഒരേ നമ്പർ ആഡ് ചെയ്താൽ ഒരു പ്രശ്നമില്ല, ഇനീക്വാളിറ്റിക്ക് ഒരു ചേഞ്ചും വരുന്നില്ല. ഇനി നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. അത് അഡീഷന്റെ കേസ് ഓക്കെയാണ്. ഇനി സബ്ട്രാക്ട് ചെയ്യാം. ഒരേ നമ്പർ 2 സൈഡിലും സബ്ട്രാക്ട് ചെയ്യാം. 6 - 3 12 - 3 6 - 3 × 3 9. അത് ഓക്കെയാണ്. ഒരേ നമ്പർ ആഡ് ചെയ്താലും പ്രശ്നമില്ല, സബ്ട്രാക്ട് ചെയ്താലും പ്രശ്നമില്ല. സെയിം ഇനീക്വാളിറ്റിക്ക് ചേഞ്ച് ഒന്നും വരുന്നില്ല. അതാണ് ഫസ്റ്റ് റൂള്. Same number may be added or subtracted to both the sides of
ഡിവൈഡ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നമുക്ക് നോക്കാം. നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് രണ്ട് സൈഡിലും 6 × 2 12, 12 × 2 24. ഇനീക്വാളിറ്റിക്ക് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. 2 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, നോ ചേഞ്ച്. ഇനീക്വാളിറ്റിക്ക് ചേഞ്ച് ഒന്നുമില്ല. ഇനി 2 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം, എന്ത് വരും നോക്കാം. ഇത് മൾട്ടിപ്ലൈ ബൈ 2 ആണ്. ഇനി ഡിവൈഡ് ബൈ 2. ഈ ഇനീക്വാളിറ്റിയെ ഡിവൈഡ് ചെയ്യാൻ പോവാം 2 വെച്ച്. 6/2 എന്ന് വെച്ചാൽ 3, 12/2 എന്ന് വെച്ചാൽ 6. ലെസ് ദാൻ ഇനീക്വാളിറ്റിക്ക് ചേഞ്ച് ഒന്നുമില്ല. ഒരേ പോസിറ്റീവ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ ഇനീക്വാളിറ്റിക്ക് ഒരു വ്യത്യാസവും ഇല്ല. പോസിറ്റീവ് നമ്പറിന്റെ കാര്യം ഓക്കെയാണ്. അപ്പം ആഡ് ചെയ്താൽ പ്രശ്നമില്ല, സബ്ട്രാക്ട് ചെയ്താൽ പ്രശ്നമില്ല, പോസിറ്റീവ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും പ്രശ്നമില്ല, ഡിവൈഡ് ചെയ്താലും പ്രശ്നമില്ല. ഈ നെഗറ്റീവ് നമ്പർ ആണെങ്കിലോ നമുക്ക് നോക്കാം. നെഗറ്റീവ് നമ്പർ വരുമ്പോൾ നെഗറ്റീവ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്ന കേസാണ്. മൾട്ടിപ്ലൈ ബൈ -2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. 6 × -2 -12, 12 × -2 -24. ഇത് ഏതാ വലുത്? -12 ആണോ -24 ആണോ വലുത്? നെഗറ്റീവ് വരുമ്പോൾ ചെറുതാണ്, അത് ന്യൂമറിക്കലി ചെറുതായിട്ടുള്ളതാണ് വലിയ വലുത്. 12 ആണ് വലുത്, -24 ചെറുതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. തിരിയും, ഇനീക്വാളിറ്റി റിവേഴ്സഡ് ആവും. നെഗറ്റീവ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി നേരെ റിവേഴ്സഡ് ആയിട്ട് മാറും. അത് ശ്രദ്ധിക്കണം. ഇനി ഡിവിഷനും നമുക്ക് നോക്കാം. ഡിവൈഡ് ബൈ -2. -2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നത് 6/-2. 6/-2 എന്ന് വെച്ചാൽ -3. 12/-2. 12/-2 എന്ന് വെച്ചാൽ -6. ഇതിലും വലുത് ഏതാ? -3 ആണോ -6 ആണോ വലുത്? -3 ആണ് വലുത്. അപ്പോൾ ഇവിടെ തിരിഞ്ഞു, കണ്ടോ? നെഗറ്റീവ് നമ്പർ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നെഗറ്റീവ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇനീക്വാളിറ്റി മാറും, ഡിവൈഡ് ചെയ്താലും ഇനീക്വാളിറ്റി മാറും. വേറെ എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല. പോസിറ്റീവ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും കുഴപ്പമില്ല, ഡിവൈഡ് ചെയ്താലും കുഴപ്പമില്ല. നമ്പർ ആഡ് ചെയ്താൽ പ്രശ്നമില്ല, സബ്ട്രാക്ട് ചെയ്താൽ പ്രശ്നമില്ല. അത് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ ഒന്നും ഒരു കുഴപ്പമില്ല. അഡീഷൻ സബ്ട്രാക്ഷൻ ഒരു പ്രശ്നമില്ല. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷന് നെഗറ്റീവ് നമ്പർ വരുമ്പോൾ മാത്രം റിവേഴ്സൽ ആവും. ലെസ് എന്നുള്ള ഗ്രേറ്റർ ആകും, ഗ്രേറ്റർ എന്നുള്ള ലെസ് ആകും. അത് ശ്രദ്ധിക്കണം. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഈ റൂൾ ഓർത്തിരിക്കണം. ഈ റൂൾ വെച്ചാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇനീക്വാളിറ്റീസ് സോൾവ് ചെയ്യാൻ പോവാം. ലീനിയർ ഇനീക്വാളിറ്റീസ് ഇൻ 1 വേരിയബിൾ കേസ്, ഒറ്റ വേരിയബിളുള്ള ഇനീക്വാളിറ്റീസ് നമ്മൾ സോൾവ് ചെയ്യാൻ പോവാം. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ 24x less than 100. 24x less than 100. 24x less than 100. ഇത് സോൾവ് ചെയ്യണം. സോൾവ് 24x less than 100. രണ്ട് കേസിൽ when x is an integer, x is a natural number. ഒന്നാമത്തെ കേസ് x is a natural number. രണ്ടാമത്തെ കേസ് x is an integer. നാച്ചുറൽ നമ്പർ ആകുമ്പോഴുള്ള കേസ് ഫസ്റ്റ് കേസ്, ഇൻറ്റീജർ ആകുമ്പോഴുള്ള കേസ് സെക്കൻഡ് കേസ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ലെഫ്റ്റ് സൈഡിൽ എക്സും റൈറ്റ് സൈഡിലെ നമ്പറും ആക്കുക എന്നുള്ള. ലെഫ്റ്റ് സൈഡിൽ എക്സ് ആക്കുക, റൈറ്റ് സൈഡിലെ നമ്പർ ആക്കുക. നമുക്ക് നോക്കാം. 24x ലെസ് ദാൻ 100 ആണ് നമ്മുടെ ഇനീക്വാളിറ്റി. നമുക്കിവിടെ എക്സ് ആക്കണം. 24 × x ആണ്. 24 × x ആണ്. അവിടെ നിന്ന് നമ്മൾ എക്സ് കളയണമെങ്കിൽ 24നെ മാറ്റണം. 24 × x അത് കളയണമെങ്കിൽ 24നെ ഡിവൈഡ് ചെയ്താൽ മതി. ഡിവൈഡ് ബൈ 24 ചെയ്യുമ്പോഴത്തേക്കും 24x/24 x ആയിക്കോളും. ഓപ്പോസിറ്റ് ചെയ്താൽ മതി. ഡിവൈഡ് ബൈ 24. 24 വെച്ച് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യുക. പോസിറ്റീവ് നമ്പർ ആണ്, ഒരു പ്രശ്നമില്ല. റൂളൊക്കെ നമ്മൾ പഠിച്ചല്ലേ. 24x ഡിവൈഡ് ബൈ 24 ലെസ് ദാൻ 100/24. 24x/24 വെട്ടിക്കളയുമ്പോൾ x വരും. ലെസ് ദാൻ 24 വരുമ്പോഴത്തേക്കും 4 വരും അല്ലേ. 4.1 സംതിങ് വരും. 4.1 എക്സെട്രാ വരും. നിങ്ങൾ നോക്കിയത് എക്സ് ലെസ് ദാൻ 4.1. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. നമ്മളിനി എക്സ് ലെസ് ദാൻ 4.1 ആണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള സൊല്യൂഷൻ. ഇതിൽ നാച്ചുറൽ നമ്പർ ആകുമ്പോഴുള്ള സൊല്യൂഷൻ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ഇൻറ്റീജർ ആകുമ്പോഴുള്ള സൊല്യൂഷൻ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ നമ്പർ ലൈൻ ഈ പോർഷൻ അടയാളപ്പെടുത്തുവാണെങ്കിൽ എളുപ്പമാണ്. നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കുന്നു. 4.1 ഇവിടെ അടയാളപ്പെടുത്തുന്നു. 4.1
4.1ന്റെ ഇപ്പുറത്തായിട്ട് 4 ഉണ്ട്. 4.1ന്റെ ലെഫ്റ്റ് സൈഡ് x ലെസ് ദാൻ 4.1 അല്ലേ? x ലെസ് ദാൻ 4.1 4.1 വലുതും x ചെറുതും. 4.1നെക്കാട്ടിലും ചെറുതാണ് x. അപ്പോൾ 4.1 ആണ് വലുത്. ഏറ്റവും വലുത് 4.1 ആണ്. അതിന്റെ ഇടത് സൈഡിലായിട്ട് വരും x. അപ്പൊ നമുക്ക് ഇടത് സൈഡിലാണ് x. ഈ 4.1 ഇല്ല, ഈക്വൽ ടു ഇല്ലല്ലോ. 4.1 ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു റൗണ്ട് ഇടും. ഈ 4.1ന്റെ ലെഫ്റ്റ് സൈഡ് ഫുൾ ആണ് x ലെസ് ദാൻ 4.1. 4.1ന്റെ ലെഫ്റ്റ് സൈഡ് ഫുള്ള് ഏറ്റവും വലുത് 4.1. അപ്പൊ 4.1 വേണം അങ്ങേറ്റത്തിൽ വേണം. അതിന്റെ ഇക്വേഷൻ മുഴുവൻ വരും. ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ. ഇനി നമുക്ക് ഇന്റിജർ നാച്ചുറൽ നമ്പർ ആകുമ്പോഴും ഉള്ള എന്തൊക്കെ വരും നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കേസ് x is a natural number എന്നല്ലേ? അപ്പൊ നമ്മുടെ സൊല്യൂഷൻ ലെസ് ദാൻ 4.1 ആണ്. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 4.1. നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 4.1 ആ 4.1നെക്കാട്ടിലും ലെസ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ നിങ്ങളിവിടെ അടയാളപ്പെടുത്തുകയാണെങ്കിൽ നന്നായിരിക്കും. 4ന്റെ ഇപ്പുറം 3 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്, 0 ഉണ്ട്, -1 ഉണ്ട്, -2 എക്സെട്ര അങ്ങ് പോകും. 4.1നെക്കാട്ടിലും ചെറിയ നാച്ചുറൽ നമ്പേഴ്സ് അറിയാമല്ലോ, 1 2 3 എക്സെട്ര. അതാണ് നാച്ചുറൽ നമ്പേഴ്സ്. 4.1നെക്കാട്ടിലും ചെറിയ നാച്ചുറൽ നമ്പേഴ്സ് പറയുമ്പോൾ ഇത്ര നമ്മൾ നോക്കുക. 1 2 3 4 വരെ പോകും. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം 1 2 3 4. അപ്പോൾ ഈ കേസിലെ സൊല്യൂഷൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് 1 2 3 4. 4.1നെക്കാളും ചെറിയ നാച്ചുറൽ നമ്പേഴ്സ് നിങ്ങളോട് ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ ചോദിച്ചുള്ളൂ. 4.1നെക്കാളും ചെറിയ നാച്ചുറൽ നമ്പേഴ്സ് വരുമ്പോൾ 1 2 3 4 എണ്ണൽ സംഖ്യകൾ അത് 4 ഉള്ളൂ. അതാണ് നമ്മുടെ ഈ കേസിലെ സൊല്യൂഷൻ. ഈ സെക്കൻഡ് കേസ് എന്ന് പറയുമ്പോൾ x is an integer ആണ്. x ലെസ് ദാൻ 4.1 അല്ലേ? ഇന്റിജേഴ്സ് ലെസ് ദാൻ 4.1. ഇന്റിജേഴ്സ് ലെസ് ദാൻ 4.1 ആ 4.1നെക്കാളും ചെറിയ ഇന്റിജേഴ്സ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഒക്കെ എഴുതാം. 4 3 2 1 0 -1 എക്സെട്ര എല്ലാം എഴുതാം. 4 3 2 1 0 -1 -2 എക്സെട്ര എല്ലാം വരും, ഇഷ്ടം പോലെ വരും. therefore സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് ഫുള്ള് സൊല്യൂഷൻ ഈക്വൽ ടു 4 3 2 1 0 1 -1 -2 -3 എക്സെട്ര. നിങ്ങൾ നോക്കി ശ്രദ്ധിച്ചെഴുതാം. ഇന്റിജേഴ്സ് ചോദിച്ചാൽ ഇന്റിജർ ആയിട്ടുള്ളതെല്ലാം ഈ റീജിയനിലുള്ള എല്ലാ ഇന്റിജേഴ്സും എഴുതാം. നാച്ചുറൽ നമ്പേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ഈ റീജിയനിലുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും എഴുതാം. അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി എടുക്കുക. വളരെ എളുപ്പമാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3x + 8 > 3. ഇന്റിജറും റിയൽ നമ്പറും. ഒന്ന് ഇന്റിജർ x ഈസ് ഇന്റിജർ, 2 എന്ന് പറയുന്നത് x ഈസ് റിയൽ നമ്പർ. ഇന്റിജർ ആകുമ്പോഴുള്ള സൊല്യൂഷനും റിയൽ നമ്പർ ആകുമ്പോഴുള്ള സൊല്യൂഷനും ആദ്യം നമ്മൾ ജനറൽ ആയിട്ട് സോൾവ് ചെയ്യും. 3x + 8 > 2. അപ്പൊ നമ്മുടെ ലക്ഷ്യം ഇടത് സൈഡിൽ എക്സും വലത് സൈഡിലെ നമ്പർ. അപ്പൊ ആദ്യം നമുക്ക് ഒരുമിച്ച് ഒറ്റയടിക്ക് x എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റില്ല. ആദ്യം നിങ്ങൾ x ഉള്ള ടൈം ഇവിടെ കിട്ടുന്നുണ്ട്, ബാക്കിയുള്ളതിനെ നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകും. നമുക്ക് 3x അവിടെ തൽക്കാലം കിടക്കട്ടെ, x ഉള്ള ടൈം അവിടെ കിടക്കട്ടെ. +8 നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വേണ്ട, അതിനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. +8 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ 3x +8നെ നമുക്ക് നേരിട്ട് ഇക്വേഷൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാം. +8 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ 2 - 8. ഇത് ശരിക്കും പറഞ്ഞാൽ ആ റൂളാണ്. അതായത് നമ്മൾ ഈ +8 കളയാൻ വേണ്ടി നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് +8 പോകണം. അതിനായിട്ട് നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ആയ -8 ചെയ്യുന്നു. രണ്ട് സൈഡിലും ഒരേ നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ പ്രശ്നമില്ലെന്ന് റൂൾ പഠിച്ചല്ലേ, ആ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതായത് 3x + 8 കളയാൻ വേണ്ടി -8 ചെയ്യുന്നു. ആ റൈറ്റ് സൈഡിലും ചെയ്യണം 2 - 8. ഇത് വെട്ടിപ്പോക്കോളും. അങ്ങനെയാണ് 3x > 2 - 8 എഴുതുന്നത്. ഇത് നമുക്ക് നേരിട്ട് അങ്ങോട്ട് എഴുതാം. ഈ റൂൾ ഇങ്ങനെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. കറക്റ്റ് ആയിട്ട് എഴുതുവാണെങ്കിൽ റൂൾ എഴുതി ചെയ്യാം. പക്ഷെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമുക്ക് അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ ലെഫ്റ്റ് സൈഡിലുള്ള റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം, റൈറ്റ് സൈഡിലുള്ള ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകാം. അത് ഓട്ടോമാറ്റിക്കലി റൂൾ ആയിക്കോളും. ആ റൂൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നത് ഇത്. നിങ്ങൾ ഈ സ്റ്റെപ്പ് എഴുതിയിട്ട് ഇങ്ങനെ എഴുതണം നിർബന്ധമൊന്നുമില്ല. ഒറ്റയടിക്ക് നമ്മൾ ഇക്വേഷൻ ഒക്കെ ചെയ്യുന്നതല്ലേ, ഇക്വേഷൻ ഒക്കെ ചെയ്യുന്നതാണ്. നേരിട്ട് +8നെ അപ്പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോകാം, -8 നന്നാക്കാം. രണ്ട് സൈഡിലും
നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 3x ഗ്രേറ്റർ ദാൻ 2 - 8 അറിയാലോ. 2 - 8 -6. ഇനി നമുക്ക് ഇവിടെ x മാത്രം മതി. 3 × x 3 × x എന്ന് പറഞ്ഞാൽ 3 നമുക്ക് കളയാം. ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ ഡിവൈഡ് ബൈ 3. അപ്പോൾ 3x/3 ഗ്രേറ്റർ ദാൻ -6/3. 3x/3 എന്ന് പറഞ്ഞാൽ x ഗ്രേറ്റർ ദാൻ -6/3 എന്ന് പറഞ്ഞാൽ -2. x ഗ്രേറ്റർ ദാൻ -2 എന്ന് പറഞ്ഞാൽ -2 അടയാളപ്പെടുത്തുക. -2 ഇല്ലാത്തതുകൊണ്ടാണ് റൗണ്ട് എടുത്തത്. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ നോക്കിയാൽ മതി. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ നോക്കുക. -2 ചെറുതും x വലുതും. -2 ആണ് ചെറുത്, x വലുതാ. വലുത് റൈറ്റ് സൈഡിൽ കിടക്കാം. x അപ്പം റൈറ്റ് സൈഡിലേക്ക് പോകും. ഇങ്ങനെ വരും. ഇതാണ് x ഗ്രേറ്റർ ദാൻ -2. ഇങ്ങനെയാണ് ബാക്കി പോയിന്റുകൾ അടയാളപ്പെടുത്താം. -2 അപ്പുറം -1 0 1 2 3 എക്സെട്ര അങ്ങനെ വരും. ഇനി നമ്മൾ രണ്ട് കേസും സെപ്പറേറ്റ് ചെയ്യണം. x is an integer. Integers greater than -2 എന്ന് പറയുമ്പോൾ -2 എടുക്കാൻ പാടില്ല. -2 ഇല്ലല്ലോ. Integers greater than -2 എന്ന് പറയുമ്പോൾ -1 0 1 2 3 എക്സെട്ര. അതാണ് ആ കേസിലെ സൊല്യൂഷൻ. ഈ ഫസ്റ്റ് കേസിലെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ integers greater than -2 ആണ്. -2 ഇല്ല. -1 0 1 2 3 എക്സെട്ര. അതാണ് ആ കേസിലെ സൊല്യൂഷൻ. x is a റിയൽ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഇത് അങ്ങോട്ടങ്ങ് വരച്ചു വെച്ചാലും മതി. ഇതിങ്ങനെ വരച്ചു വെച്ചാൽ മതി. x ഗ്രേറ്റർ ദാൻ -2 ഇങ്ങനെ ഒന്നുകൂടി ഒന്ന് വരച്ചു വെച്ചാൽ. അല്ലെങ്കിൽ -2 തൊട്ട് ഇൻഫിനിറ്റി വരെ. -2 മാത്രം ഇല്ല, അതുകൊണ്ട് ഓപ്പൺ കൊടുക്കുക, ഇൻഫിനിറ്റി വരെ അങ്ങനെ എഴുതിയാലും മതി. ഇന്റർവൽ ആയിട്ട് എഴുതാം. ഇതാണ് ഈ കേസിലെ സൊല്യൂഷൻ. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി വെറുതെ സോൾവ് ചെയ്യാൻ പറയാം. വെറുതെ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ ഇതുപോലെ തിരിച്ചൊന്നും എഴുതണ്ട. നിങ്ങൾ അവസാനം നമ്പർ ലൈൻ വരച്ചു വെക്കുക, അവിടെ വരെ ചെയ്താൽ മതി. വെറുതെ സോൾവ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പർ ആണോ ഇന്റിജർ ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ജനറൽ ആയിട്ട് അങ്ങ് സോൾവ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പൊ നമ്മൾ എഴുതാത്തേ അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. സോൾവ് 4x + 3 > 5x + 7. നമുക്ക് സോൾവ് ചെയ്യണം. ഇപ്പൊ ശ്രദ്ധിക്കുക, ലെഫ്റ്റ് സൈഡിൽ x, റൈറ്റ് സൈഡിൽ നമ്പർ. അതാണ് മനസ്സിലേക്ക് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ x അല്ലാതെ നമ്പർ ഉണ്ടെങ്കിൽ അത് റൈറ്റ് സൈഡിലേക്ക് മാറ്റുക. ലെഫ്റ്റ് സൈഡിലെ 4x ഇവിടെ കിടന്നത് 3 നമുക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് അത് 4x അവിടെ കിടക്കുക, 3 നമ്മൾ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ ഇവിടെ +3 ആണ്, അപ്പുറം -3 ആവും. നമ്പറിന് മുമ്പാണ് അതിന്റെ സൈന്. അപ്പൊ 5x + 7 അവിടെ കിടന്നോട്ടെ, 3 അപ്പുറം -3 ആവും. അതായത് 4x < 5x + 7 - 3. 7 - 3 എന്ന് പറഞ്ഞാൽ +4 വരും. ലെഫ്റ്റ് സൈഡ് കുഴപ്പമില്ല. റൈറ്റ് സൈഡിൽ ഇനി 5x വേണ്ട. റൈറ്റ് സൈഡിൽ നമ്പർ മതി. നമ്മൾ 5x-നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരും. 5x-നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. 4x + 5x ആവും. ലെഫ്റ്റിൽ വരുമ്പോൾ -5x ആകും. < 4. 4x - 5x എന്ന് പറയുമ്പോഴത്തേക്കും 4x - 5x എന്ന് -1x വരും. < 4. -1x < 4 വരും. ഇനി നോക്കാം, -1 × x അല്ലേ? -1 × x ആണ്. -1 × x കളയണമെങ്കിൽ ഒന്നേ -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ -1 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഏതാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ബൈ -1. -1 എന്നോ -1 എഴുതിയാൽ മതി. അപ്പം -1 × -1x < -1 അത് ശ്രദ്ധിച്ചോണേ. നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ലെസ് എന്നുള്ള ഗ്രേറ്റർ ആകും. ശ്രദ്ധിച്ചോണം, ലെസ് ഗ്രേറ്റർ ആവും. നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പം ശ്രദ്ധിച്ചോണം. -× പ്ലസ് ആകും. x ഗ്രേറ്റർ ദാൻ -4. x ഗ്രേറ്റർ ദാൻ -4 ആണ്. -4 അടയാളപ്പെടുത്തുന്നു. ഇവിടെ നമ്മൾ -4 ഈക്വൽ ടു ഇല്ലാത്തതുകൊണ്ട് ഓപ്പൺ ആയിട്ട് വട്ടം ഇടുന്നു. ഇനി നോക്കി ഏത് സൈഡാണ്? x വലുതും -4 ചെറുതുമാണ്. ചെറുത് ഇടത് സൈഡിൽ കിടക്കും, വലുത് വലത് സൈഡിൽ കിടക്കും. അപ്പോൾ ഇവിടെ വരും x ഗ്രേറ്റർ ദാൻ -4. അത്രേ ഉള്ളൂ. ഇത്രയും ചെയ്താൽ മതി. ഇനി നിങ്ങൾ തിരിച്ചൊന്നും എഴുതാൻ പോലെ സോൾവ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. x ഗ്രേറ്റർ ദാൻ -4. സൊല്യൂഷൻ മനസ്സിലായല്ലോ? ശ്രദ്ധിച്ച് പഠിക്കാം. ഓക്കെ. അടുത്ത 3 × x - 1 < (= 2 × x - 3. നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ആദ്യം ബ്രാക്കറ്റ്, നമ്മുടെ ബോട്ട് മാസ് റൂൾ ഓർക്കുന്നുണ്ടല്ലോ. ബോട്ട് മാസ് റൂൾ, B4 ബ്രാക്കറ്റ്, O എന്ന് വെച്ചാൽ പവർ ഓർഡർ, അത് നമുക്കില്ല. D ഡിവിഷൻ. ബ്രാക്കറ്റ് വേണം ഫസ്റ്റ് പ്രിഫറൻസ്,
പിന്നെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുവാണെങ്കിൽ നിങ്ങൾ ആദ്യം ബ്രാക്കറ്റ് സിമ്പിൾ ചെയ്യണം. അതിനുശേഷമാണ് ഡിവിഷനിലേക്ക് പോകുന്നത്. ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, അതാണ് അതിന്റെ പ്രയോറിറ്റി ലെവൽ. അത് ഓർക്കണം. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റുകളുണ്ട്. ബ്രാക്കറ്റ് ആദ്യം സിംപ്ലിഫൈ ചെയ്യാം. ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്യാം. 3 × x - 1 എക്സ്പാൻഡ് ചെയ്യാം. 3 × x 3x, 3 × -1 -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 × x 2x -2 × 3 6. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എക്സ്, റൈറ്റ് സൈഡിലെ നമ്പർ. അപ്പം ലെഫ്റ്റ് സൈഡിലുള്ള -3 നമുക്ക് കളയണം. ഇതിവിടെ കിടന്നുണ്ട് 3x, അവിടെ കിടന്നുണ്ട് 3x വേണം. -3 റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. -3 റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. +3 ആവും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x -6 ഉണ്ട്. 3യുടെ സൈൻ അതിന് മുമ്പിൽ കിടക്കുന്ന മൈനസാണ്. -3 ഇപ്പുറവും +3 ആവും. അതായത് 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x -6 +3. -6 +3 എന്ന് പറയുമ്പോൾ ഡിഫറൻസ് എടുത്തിട്ട് വലുതിന് ചെയ്യാം. ഡിഫറൻസ് 3 ആണ്. വലുത് മൈനസ് ആയതുകൊണ്ട് -3 വരും. ലെഫ്റ്റ് സൈഡ് കുഴപ്പമില്ല. റൈറ്റ് സൈഡിലെ 2x-നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം. ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകാം. 2x-ന്റെ സൈൻ അതിന് മുമ്പിലുള്ള പ്ലസ് ആണ്. അപ്പം 3x + 2x ഇപ്പുറേ പോരുമ്പോൾ -2x ആവും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3. 3യുടെ മുമ്പിലുള്ളത് മൈനസ്. ഒരു നമ്പറിന്റെ മുമ്പിലാണ് അതിന്റെ സൈൻ. ഇവിടെ സൈൻ ഒന്നും ഇട്ടിട്ടില്ല പ്ലസ് ആണ്. ഓർക്കണം. 3x - 2x x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3. ഓക്കെ. x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3. -3 അടയാളപ്പെടുത്തുക. ഡാർക്ക് ചെയ്യാം. ഈക്വൽ ഉള്ളതുകൊണ്ട് ഡാർക്ക് ചെയ്യാം. x -3 ആണ് വലുത്. അതിന് ചെറുതാണ് x. അപ്പൊ x ലെഫ്റ്റ് സൈഡിൽ വരണം. ഇങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ? ഓക്കെ. അടുത്തത് x + x/2 + x/3. ലെസ് ദാൻ 11. x + x/2 + x/3 ലെസ് ദാൻ 11. അവിടെ നിങ്ങൾ നോക്കുക. ഇത് നമുക്ക് നോക്കാം. ഇവിടെ ബ്രാക്കറ്റ് ഇല്ല, പക്ഷെ ഡിവിഷൻ ഉണ്ട്. /2 ഉണ്ട്, /3 ഉണ്ട്. /2/3 ഒക്കെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് മാറ്റണം. അത് കളയണം. /2 കളയണമെങ്കിൽ × 2 ചെയ്താൽ മതി. /3 കളയണമെങ്കിൽ × 3 ചെയ്താൽ മതി. അപ്പൊ 2 × 3 കൊണ്ട് നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ബൈ 2 × 3, അതായത് 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. എല്ലാ ടൈമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ആദ്യം 6 × x + 6 × x/2 + 6 × x/3 എല്ലാ ടൈമിനെയും മൾട്ടിപ്ലൈ ചെയ്യണേ. ഈ ലെസ് ദാൻ 6 × 11 എല്ലാ ടൈമിനെയും 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 6x + 6x/2 എന്ന് പറയുമ്പോഴത്തേക്കും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 വെട്ടിപ്പോയിട്ട് 3x വരും. പ്ലസ് 6ഉം 3യും വെട്ടിയിട്ട് 2x വരും. ലെസ് ദാൻ 6 × 11 എന്ന് പറയുമ്പോൾ 66. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും 11 വരും. 11x ലെസ് ദാൻ 66. ഇനി 11 വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരെ. ഡിവൈഡഡ് ബൈ 11. 11x/11 ലെസ് ദാൻ 66/11. 11 പോസിറ്റീവ് ആയാലും സൈൻ വ്യത്യാസമൊന്നുമില്ല. 11x/11 എന്ന് പറയുമ്പോൾ x ലെസ് ദാൻ 6. x ലെസ് ദാൻ 6 എന്ന് പറയുമ്പോൾ 6 അടയാളപ്പെടുത്തുക. ഓപ്പൺ ആക്കി ഇടുക. 6 വലുതും x ചെറുതും. അപ്പം ഇടത് സൈഡ് വരും. x ലെസ് ദാൻ 6. വെറുതെ സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പം ആദ്യം ബ്രാക്കറ്റ് ഉണ്ട്, അത് മാറ്റുക. പിന്നെ ഡിവിഷൻ അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. x/4 less than 5x - 2/3 minus 7x - 3/5. ഇവിടെ നോക്കാം. ഈ ക്വസ്റ്റ്യനില് ബ്രാക്കറ്റ് ഉണ്ടെങ്കിലും ബ്രാക്കറ്റ് ഇട്ടാലും ഇട്ടില്ലേലും ഇതുപോലെ തന്നെയാണ്. ബ്രാക്കറ്റ് മാറ്റിയാലും വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ബ്രാക്കറ്റ് അവിടെ ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടില്ലേലും കുഴപ്പമില്ല. അപ്പൊ അത് മാറ്റേണ്ട കാര്യമില്ല. പിന്നെ നോക്കണ്ട, /4 ഉണ്ട്, /3 ഉണ്ട്, /5 ഉണ്ട്. ആ ഡിവിഷൻ നമ്മൾ മാറ്റിക്കളയണം. /4 മാറ്റണം × 4, /3 മാറ്റണം × 3, /5 മാറ്റണമെങ്കിൽ × 5. നമുക്ക് അങ്ങനെ ചെയ്യാം. എല്ലാത്തിനെയും 4 × 3 × 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അത് ഒരുമിച്ച് 16 എഴുതണ്ട, അങ്ങനെ തന്നെ ഇട്ടാൽ മതി. മൾട്ടിപ്ലൈ ബൈ 4 × 3 × 5 എല്ലാത്തിനെയും അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു.
4 into 3 into 5 into x by 4 less than 4 into 3 into 5 into 5x minus 2 by 3 minus 4 into 3 into 5 into 7x minus 3 by 5. ഇവിടെ 5 വെട്ടിപ്പോ, ഇവിടെ 3 വെട്ടിപ്പോ, ഇവിടെ 4 വെട്ടിപ്പോ. ഇച്ചോളം എഴുതിയാൽ 3 into 5 15x less than 4 into 5 20 into 5x minus 2 minus 4 into 3 12 into 7x minus 3. ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം 15x 7x minus 3 തന്നെ അതെ 15x ഇവിടെ ഒന്നും ചെയ്യാനില്ല 15x അങ്ങനെ ഇത് എക്സ്പാൻഡ് ചെയ്യുക 20 into 5x 100 വരും 100x minus 40 വരും 20 into minus 2 40 വരും minus 40 ഇനി ശ്രദ്ധിക്കുക minus 12 ആണ് minus 12 into 7x 84 വരും minus 84x minus 12 into minus 3 പ്ലസ് ആവും 36 ശ്രദ്ധിച്ചോ 15x less than 100x minus 84x 100x minus 84x എന്ന് പറയുമ്പോൾ 16x വരും മൈനസ് 40 പ്ലസ് 36 മൈനസ് 40 പ്ലസ് 36 എന്ന് മൈനസ് 4. ഇനി നമുക്ക് 16x ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം 15x 16xന്റെ സൈൻ പ്ലസ് ആണ് മൈനസ് വരും മൈനസ് 16x ലെസ് ദാൻ മൈനസ് 4 15x മൈനസ് 16xന്റെ മൈനസ് 1x ലെസ് ദാൻ മൈനസ് 4. ഇനി നമ്മൾ മൾട്ടിപ്ലൈ ബൈ മൈനസ് 1 multiply by minus 1 minus 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം minus 1 into minus 1x ലെസ് എന്താവും ഗ്രേറ്റർ ആവും minus 1 into minus 4 minus 1 into minus 1x x greater than 4 x greater than 4 എന്ന് പറയുമ്പോൾ 4 ഇല്ല കാണിക്കാൻ വേണ്ടി റൗണ്ട് greater than 4 ചെറുതാ അപ്പോൾ റൈറ്റ് സൈഡ് x greater than 4 അങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ഒന്ന് ശ്രദ്ധിച്ചത് സോൾവ് ചെയ്തെടുത്താൽ മതി. ഇത് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിൽ ഞാൻ ഈ വീഡിയോ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആണ് നോട്ടിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഹോംവർക്കാണ് ഈ ക്വസ്റ്റ്യൻ എല്ലാം തന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്ത് എടുക്കുക. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? പിന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, താങ്ക് യു.